അതുപോലെ തന്നെ ഇത് ആദ്യത്തെ വീഡിയോ ആണ്, അപ്പം പല പല പോരായ്മകൾ കാണും അല്ലേ. ഷെയ്ക്കിങ് കാണും, ക്ലാരിറ്റി കുറവ് കാണും. ഞങ്ങൾ സംസാരിക്കുന്നത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്തെന്ന് വരും. ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നതായത് ഇങ്ങനെ പല പല പോരായ്മകൾ കാണും. നിങ്ങളെല്ലാവരും ക്ഷമിച്ച് സഹിച്ചിരുന്ന് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അല്ലടാ. ഗായ്സ്, എൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ലോഡ് ഫുള്ള് മാറ്റി കയറ്റിയത് ഇതിനകത്തായിരുന്നു ലോഡ്, അതിനകത്തൊരു ഫുള്ളാക്കി. അതാണ് ഷീറ്റും കാര്യങ്ങളും. ഇത് ക്വാട്ട്. അതാണ് നമ്മളിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വെള്ളം നോക്കിയിരിക്കണം. വെള്ളമെല്ലാം ഫില്ല് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഏത് വണ്ടി രാവിലെ എടുത്താലും ജസ്റ്റ് ആദ്യം ഒന്ന് ഫ്രണ്ടിലോട്ട് അനക്കിയിട്ട് വേണം റിവേഴ്സ് ഇടുന്നത്. ഏറിയ പാടെ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് അത് കംപ്ലൈൻ്റ് ആയിരിക്കും. സൈസ് ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഗിയറിൻ്റെ ടീത്തിന് കംപ്ലൈൻറ്റാണ്. അതുകൊണ്ട് ഏത് വണ്ടി എടുത്താലും ആദ്യം ജസ്റ്റ് ഫസ്റ്റ് ഗിയർ ഇട്ടൊന്ന് അനക്കിയിട്ട് റിവേഴ്സ് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും. ഇനി ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ അനിയനും കൂടെ ഉണ്ട്. അവനിപ്പോൾ താഴേന്ന് കയറും. നമ്മൾ വണ്ടി വീട്ടിൽ നിന്ന് ഇറക്കി നേരെ കമ്പനിയിലോട്ട് പോവാം. ബാക്കി പോകുന്ന വഴിക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാം. വാടാ, കയറിക്കോ. ഞങ്ങളങ്ങനെ ചേർപ്പുകളെത്തി. പാലം കാണിക്കണം, പാലത്തിൽ വെള്ളം കാണിക്കും. കുറവാണ് ഇവിടെ. ഇനി 1, 2, 3, 4 കട പാല് വയ്ക്കാനുണ്ട്. പാല് വെച്ചോണ്ട് പോകാൻ. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിൻ്റെ തല ഇടിച്ചു കേട്ടോ. ചെറിയൊരു അമ്പായിരുന്നു. പിന്നെ ഇപ്പോൾ പാല് ഇറങ്ങുന്ന കാണിക്കാം. ഇവിടെ കാണിക്കാം. ഇതാണ് ആദ്യത്തെ കട. ചേട്ടൻ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളതുപോലെ തന്നെ ഇപ്പം കണ്ടോണേ, ഇതിപ്പോൾ നമ്മൾ വന്ന് നിന്നു. ഡയറക്റ്റ് റിവേഴ്സ് ഇടരുത്, ആ സൗണ്ട് കേൾക്കും. അത് ഗിയർ ബോക്സിൻ്റെ കേടാം. ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഇട്ട് അനക്കൊന്നും വേണ്ട, അനക്കിന് കുഴപ്പമില്ല. എന്നിട്ട് റിവേഴ്സ് ആണ് സ്മൂത്തായിട്ട് റിവേഴ്സ് വീഴും. അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് അത് കാലക്രമേണ ഇത് പണിയാവും. വണ്ടി എടുക്കുമ്പോൾ ടോപ്പ് എല്ലാം നോക്കണം കേട്ടോ. ഇത്ര ഹൈറ്റിലുള്ളതുകൊണ്ട് വണ്ടി. ഞാൻ ഊരിയിട്ട് ഇറങ്ങി വീഡിയോ പോസ്റ്റ് ചെയ്തു. ആദ്യത്തെ കടയിലാണ്. ഈ 4 കടയിലും പാല് വെച്ച് നേരെ കമ്പനിയിൽ പോകുന്നു. അപ്പോൾ ഗൈസ്, അതുപോലെ തന്നെ ഇപ്പോൾ മണർകാട് എത്തി. ഇനി ഇവിടുന്ന് ലെഫ്റ്റാണ് തിരിഞ്ഞ് പോകേണ്ടത്. പക്ഷേ രാവിലെ ആയതുകൊണ്ട് വിഷയമില്ല, നമുക്ക് നേരെ തന്നെ പോകാം. 1 വേ ആയത്. ഇതുവഴി കേടാൻ പാടില്ല, നോ എൻട്രി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ രാവിലെ ആയതുകൊണ്ട് വലിയ സീനില്ല. എന്നാന്ന് വെച്ചാൽ നേരെ പോയി ATM ചെല്ലുക, കുറച്ച് പൈസ എടുക്കണം. അതെടുത്ത് കമ്പനിയിൽ അടയ്ക്കാനുള്ള പൈസ അതെടുത്തോണ്ട് വേണം പോകാൻ. ഫുള്ള് ചെയ്യുന്ന ബ്രോങ്ങാണ് കേട്ടോ. ചെയ്യുന്ന പരിപാടി ഫുള്ള് ബ്രോങ്ങാണ്. കയറണ്ടാത്ത സ്ഥലത്തൂടെയൊക്കെയാണ് കയറിപ്പോകുന്നത്. രാവിലെ ആയിട്ട് സീനില്ല. ഇപ്പോൾ നമ്മൾ
കറക്റ്റ് പറയോ പക്ഷേ കറക്റ്റ് പറയുവാണെങ്കിൽ മണർകാട് അതേ സമയത്ത് നമ്മുടെ അനിയനോട് ഇരിപ്പുണ്ട്. അസലാം ബീഗി ബീഗി. ഇവിടെ സ്കൂളിൽ വിളിച്ചോണ്ട് അസലാം ബീഗി ബീഗി എന്നാ എൻ്റെ കമ്പനിക്കാരന്മാർ. ഇവരെ വീട്ടിൽ വിളിക്കുന്നവർ അച്ചു, എന്നെ വീട്ടിൽ വിളിക്കുന്നവരൊന്നുമില്ല. നമ്മളെ ഷമീന്ന് തന്നെ, ഷമീം. കമ്പനി പൊക്കോണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പുള്ളിയാണ് നമ്മുടെ അച്ചായൻസ്. ഈ പുള്ളി ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി മനുഷ്യനാണ്. പാവപ്പെട്ടവരെ തേടി പിടിച്ച് പുള്ളി സഹായിക്കും. ഫുള്ള് കർണാടക വണ്ടിയാണ് കിടക്കുന്നത്. കൊറിയർ സർവീസ് വണ്ടി അങ്ങനെയാണെന്നോ അതാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ആ ഈ കിടക്കുന്ന ഫുള്ള് വണ്ടി കൊറിയറിൻ്റെ സംഭവം എന്താണെന്ന് തോന്നുന്നു. ഇതിനപ്പുറത്തെല്ലാം ഭയങ്കര വയലാണ്. പോകുന്ന വഴിക്കെല്ലാം നല്ല അടിപൊളി കാഴ്ചയുണ്ട്, പക്ഷേ നമുക്ക് കാണാനുള്ള സമയമില്ല. അതാണ് മെയിൻ വിഷയം. നമുക്ക് ഇവിടെ കുറച്ച് പൈസ എടുക്കണം ATM-ൽ. നമ്മൾ ഇത് വേണം, കമ്പനിയിൽ അടയ്ക്കാനുള്ള പൈസ എടുക്കണം. English. Welcome. Please enter your secret number. Test your AI online. Please wait for Testing audio in 3, 2, 1. Multiple person detected, only one at a time. Cash വരുന്നു. Please remove your mask. आपने 3 मिनट का ट्रांजैक्शन समय पार कर लिया है. ലുക്കിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. Until Jodhavani. ഒന്നും കാര്യമാക്കണ്ട. Please remove your helmet. Last warning. Testing cash audio one. end. Warning. ഗൈസ് ക്യാഷ് ഫുൾ आपने എടുത്തു. 3 मिनट का ट्रांजैक्शन समय पार कर लिया है. 50,000 രൂപ കിട്ടി. Until Jodhavani. Please remove your പുതിയ കാശ്. helmet. Please remove your mask. അതെ, Testing audio end. ഇത് എന്നാ സാധനം വെച്ചാൽ ഉണ്ടാക്കുന്നത് അറിയാമെന്നായിരുന്നു പറയണേ. നല്ല മണം എന്ന് പറഞ്ഞാൽ നല്ല മണം. ഇപ്പോൾ അടയായാന് ഡോറ് തുറന്നിരുന്നെങ്കിൽ ഇപ്പോൾ അടയാന്. ഞങ്ങളുടെ അതിൽ നിന്ന് ഒരു റബ്ബർ ബാൻഡ് എടുത്തടാ. വേണ്ട റബ്ബർ ബാൻഡ് വേണ്ട, ഇത് പിടിച്ചു. ഇത് ഫുൾ ഇനി കമ്പനിയിൽ അടയ്ക്കാനുള്ള ക്യാഷ്. ഓ ഗൈസ്, അങ്ങനെ ഞങ്ങൾ അതികഠിനമായ വഴികളിലൂടെ വന്നത് കമ്പനി എത്താൻ പോകുന്നു. ഇതാണ് കമ്പനി. ഒരു ചേച്ചി ലെഫ്റ്റ് സൈഡിൽ കൂടെ വരുന്നുണ്ട്, കയറത്തില്ലായിരിക്കും. ഇതാണ് ഗൈസ് കമ്പനി. ഇത് പാർലർ. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഓട്ടോയുടെ കാര്യം. ഓട്ടോയുടെ കേസിട്ട് നമുക്ക് ഈ ചേട്ടൻ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിക്കാം എന്നാ സംഭവം. ചേട്ടാ ഇന്നലെ ഇവിടെ മറ്റേ ഓട്ടോ കിടന്നില്ലേ, 2 കരണ്ട് വണ്ടി പോലത്തെ, അതെന്നാ സെറ്റപ്പ്? അത് ഐസ്ക്രീം പരിപാടിക്കാണ്. ഐസ്ക്രീം പരിപാടിക്കാ. തീരെ പൈസ കുറഞ്ഞ ആൾക്കാരെ അങ്ങനെ വല്ലവരെയൊക്കെ നോക്കി വെച്ചാൽ അവർക്ക് ഇത് സെയിൽ കൊടുക്കാനായിട്ട് ഒരു പരിപാടിക്ക് ആയിരിക്കണം. ആ അങ്ങനെ എല്ലാ കണക്കൂടെ അങ്ങനെ ആയിരിക്കും. 2 ഉള്ളല്ലേ? 2 മാത്രമുണ്ട്. വേറെ വെളിയിൽ നിന്ന് ആൾക്കാർ എടുക്കാം. ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ആൾക്കാരെ എടുത്തിട്ട് ഇവിടെ ഔദ്യോഗികമായിട്ടൊരു ഒരു വെളിയിൽ പോകാനായിട്ട് മാറ്റം അങ്ങനെ നടത്താനോ എന്തോ വെളിയിലേക്കായിരിക്കും. വെളിയിടാം. അവനെ ഇഷ്ടത്തിന് എവിടെയൊക്കെ ഇട്ട് വിൽക്കുക. അതെ, അവർക്കൊരു വരുമാനത്തിന് വേണ്ടി. അങ്ങനത്തെ ഒരു ഐഡിയ. അതെ. അപ്പൊ അത് ആൾക്കാർ ചിലപ്പോൾ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ വണ്ടി കൂടും. ഇലക്ട്രിക് അല്ലേ? ഓ ഗൈസ്, അത് ഇലക്ട്രിക്ക് വേണ്ടി, അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഷീറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. സാമ്പത്തികമായി ഇത് അവിടെ ഓട്ടോ കിടപ്പുണ്ട്, ഞാൻ ലോഡ് കയറ്റി കഴിഞ്ഞ് കാണിക്കാം കേട്ടോ. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്ക് ഒരു കൈത്തൊഴിൽ അല്ലെ അങ്ങനെയുള്ള സംഭവമായിട്ടാണ് പരിപാടി തുടങ്ങിയിരിക്കുന്നത്.
ഞാൻ ലോഡ് കയറ്റി കഴിഞ്ഞ് കാണിക്കാം. ഇത് ഫുള്ള് പാക്കറ്റാണ് പാലിൻ്റെ. നമ്മൾ വണ്ടി റിവേഴ്സ് എടുത്ത് അവിടെ പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് നമുക്ക് ലോഡ് കയറ്റണം. എങ്ങോട്ടാ? പൊട്ടെ 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 പോട്ടെ 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 പോട്ടെ. ആ അപ്പുറ സൈഡ്. ഗൈസ് ഇതെന്തിനാണ് ഒഴിക്കുന്നത് വെച്ചാൽ ഇതാണ് കേട്ടോ ഉണ്ണിക്കുട്ടൻ, നമ്മുടെ മതിയായ ആളാണ് ഇവിടുത്തെ. വ്ളോഗാട്ടോ, നീ യൂട്യൂബിൽ വരും. ആ നമ്മുടെ ലോടെ ഷീറ്റ് കയറ്റിയേക്കാം. വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സാധനം തെന്നിപ്പോകാൻ വേണ്ടി, പെട്ടി വെക്കുമ്പോൾ തെന്നിപ്പോകാൻ വേണ്ടി. കാണിക്കാം, സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ആ പിന്നെ യൂട്യൂബ് കിടന്നു ആ തിരുട്ടാ. നമ്മൾ ലോഡ് കയറ്റും. ഇവിടെ തന്നെ ലീക്ക് ചെക്ക് ചെയ്ത് കയറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവിടെ ചെന്നിട്ട് ലീക്കായി കഴിഞ്ഞാൽ മൊത്തം കുളമാവും. ഇവിടുന്ന് നോക്കി കയറ്റണം, ഇതുപോലെ മാറ്റി വെക്കാം. ഇത് ബാലൻസ് അതൊക്കെ നല്ലതാണ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുൾ ലോഡ് ചെയ്ത് ഇറക്കി. ഇനി ബാക്കി അടയ്ക്കുക.
ഫുള്ളടയ്ക്കുക. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇനി പോയി പൈസ അടയ്ക്കണം. പൈസ അടയ്ക്കുന്നതിന് മുമ്പ് അമ്മമാർ കഴിക്കാൻ പോയാൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അമ്മമാർ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അവർ വന്നു കഴിഞ്ഞാൽ പൈസ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ഓട്ടോ കാണിക്കാം കേട്ടോ. ലോണ്ടാ കിടക്കുന്ന രണ്ടെണ്ണം നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് കാണിക്കാം. കടിയും കുടിയൊക്കെ വെക്കാനുള്ള ചില്ല് സംവിധാനമൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഇവിടെ നമ്മളിനി വണ്ടി പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്താൽ മാത്രം പോരാ, ചെറിയൊരു കല്ലും കൂടെ വെച്ചേക്കാം. അടുത്ത ലോഡ് വന്നിരിക്കുന്ന ടാങ്കർ. അത് സമാര് പോയിട്ടില്ല, അപ്പോൾ നമുക്ക് ഇവിടെ ക്യാഷ് അടയ്ക്കണം. ആടാ ഇതാണ് ക്യാഷ് അടയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ ജിൻഡോ ബ്രോ. ഷീറ്റ് തന്നേക്കാം ഇല്ലേ? ഓ ഗൈസ്, അപ്പം മറ്റേ ഓട്ടോ കാണിക്കാം. പാടാ അതായത് സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്നവർക്ക് ഒരു കൈത്താങ് എന്ന രീതിയിൽ മിൽമ ഇറക്കിയ സംവിധാനമാണ്. എനിക്ക് മിൽമ ഇതെന്നാന്ന് വെച്ചാൽ കടി കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സംഭവമാണെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ ഐസ്ക്രീമും ഇവിടെ കടി കാര്യങ്ങൾ. എനിക്ക് ഇലക്ട്രിക് ആട്ടോ, ഇലക്ട്രിക്. വേറെ ഫ്രണ്ട് ബ്രേക്കും ആ ബ്രേക്കും മാത്രമേ ഉള്ളൂ. വേറെ സംഭവം പുതിയ സാധനമാണ്. ബ്രേക്ക് ലിവർ മാത്രം. രണ്ട് ഐറ്റം ഉണ്ട്. ശരി, അതായത് പാവപ്പെട്ട വീട്ടിൽ വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്. മിൽമ മിലി കാർട്ട് എന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്തേക്കല്ലേ. ഇതാണെന്ന് തോന്നുന്നു അതിൻ്റെ കിൽ സ്വിച്ച്. ഹാൻഡ് ബ്രേക്ക്. ഇതാട്ടോ ഹാൻഡ് ബ്രേക്ക്. ഇത് വെച്ച് പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്ത് വെക്കുന്നതാണ്. വിട്ട് ഹാൻഡ് ബ്രേക്ക് അനങ്ങത്തില്ല. ഇത് ബ്രേക്ക്. ഏതാ? ഇത് ഹാൻഡ് ബ്രേക്ക് കേട്ടോ, ചവിട്ടിയിട്ട് വയ്ക്കുന്നത്. സെറ്റപ്പ് കൊള്ളാം. അത് വെച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യും. ഇപ്പോൾ ഇടലിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഹാൻഡ് ബ്രേക്ക്. വണ്ടി അനങ്ങത്തില്ല. സെറ്റപ്പ് ആട്ടോ. ഇങ്ങനെ പൊക്കുന്നത് ചെറിയൊരു സംരംഭം. രണ്ടെണ്ണം. ആരും ഇതുവരെ വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇനി ആൾക്കാർ കൂടുവാണെങ്കിൽ ഇതനുസരിച്ച് വണ്ടി ഇറക്കുമെന്നാണ് പറയുന്നത്. ജസ്റ്റ് എടുത്തിട്ട് നോക്കിയായിരിക്കും അവർ. അപ്പോൾ വാ കഴിക്കാം. ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് വണ്ടി കിടപ്പുണ്ട്. അതായത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള സംരംഭം. നല്ലൊരു സംവിധാനം. അതുപോലെ തന്നെ ഇത് ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം പല പല പോരായ്മകൾ കാണും അല്ലേ. ഷെയ്ക്കിങ് കാണും, ക്ലാരിറ്റി കുറവ് കാണും. ഞങ്ങൾ സംസാരിക്കുന്നത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്തെന്ന് വരും. ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നതായത് ഇങ്ങനെ പല പല പോരായ്മകൾ കാണും. നിങ്ങളെല്ലാവരും ക്ഷമിച്ച് സഹിച്ചിരുന്ന് കാണണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അല്ലടാ. ഞങ്ങളിനി കഴിക്കാൻ പോവാം ക്യാൻറ്റീനിൽ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ചേട്ടൻ ആ വണ്ടിയെക്കുറിച്ച്. അതവിടെയാണ് ക്യാൻറ്റീൻ. ഞങ്ങൾ കഴിക്കാനായിട്ടിരിക്കുകയാണ്. രണ്ട് ചായ ചേട്ടാ. മസാല ദോശ. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ വണ്ടി എടുത്ത് പേട്ടയ്ക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ മണ്ണർക്കാട് കഴിഞ്ഞു.
നേരെ പേട്ടയ്ക്ക് വെച്ച് പിടിക്കുക. പേട്ട ചേട്ടന് ഈ ലോഡ് ഫുൾ ഇറക്കി സെയിൽ ചെയ്യണം. അതേ സമയത്ത് ഇപ്പം സ്കൂൾ ടൈമാണ്, ഇതെല്ലാ പിള്ളേരും സ്കൂളിൽ പോകുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ അനിയൻ നൈസായിട്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് കളക്ഷൻ എടുക്കാൻ വേണ്ടി, കളക്ഷൻ എടുക്കുമ്പോൾ ആരും അറിയത്തില്ലല്ലോ ഗ്ലാസ് വെച്ചുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഫോൺ അതേസമയം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലെ വീശി എടുക്കാനൊന്നും പറ്റത്തില്ല, ഫുൾ ലോഡായതുകൊണ്ട്. പിന്നെ ഇത് സിംഗിൾ വീലാണ് ബൈക്ക്, ഡബിൾ ടയർ അല്ല, സിംഗിളാണ്. സിംഗിളായതുകൊണ്ട് വലിയ വീശി എടുക്കാൻ പറ്റത്തില്ല. ഓ നിഞ്ച പോയോണ്ട് നിഞ്ച ഇവിടെ ഉള്ളവരും കണ്ട. അപ്പോൾ വീശി എടുക്കാൻ പറ്റത്തില്ല, മാന്യമായ രീതിയിൽ ഓടിക്കാൻ പറ്റത്തില്ല. വിട്ട് ചവിട്ടി പിടിച്ചൊന്നും പോകാൻ പറ്റത്തില്ല, കയ്യിൽ പോകും വണ്ടി. പാലായതുകൊണ്ട് വണ്ടി കൈ നിൽക്കത്തില്ല, വെള്ളമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ലേ. അതായത് ഇരുത്തുള്ള ലോഡാണെങ്കിൽ വിഷയമില്ല. അതായത് അരിയോ ഗോതമ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇരിപ്പല്ലേ. ഇത് പാലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓളം തരുന്നതുകൊണ്ട് വണ്ടി വളവ് വീശുമ്പോൾ വണ്ടിയുടെ വഴിക്ക് പോകും. അതുകൊണ്ട് വലിയ ഓവർ സ്പീഡിലൊന്നും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയും വിഷയമുണ്ട്. നമ്മുടെ അതേ സമയത്ത് അനിയും കളക്ഷൻ എടുക്കുക. ഇന്ന് പിള്ളേർ കുറവാട്ടോ, എല്ലാവരും 8, 9, 8:15. അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ ഏരിയ എത്തുമ്പോഴേക്കുണ്ട് ഇവിടെ 6 ലെയർ ഹമ്പ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഹസാഡ് ഇട്ട് വേണം ചാടിക്കാൻ. ചാവിട്ടി പറിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഹൗസിങ് ബുഷുകളെല്ലാം മൊത്തം അടിച്ച് പറിഞ്ഞു പോകും. അത്രയ്ക്ക് ഹൈറ്റിൽ എമ്മാർ ഇന്ന് പണിത് വെച്ചിരിക്കുന്നത്. ഇത് സ്കൂളാണ്, സെൻറ്റ് സെബാസ്റ്റ്യൻ HSS അയർക്കുന്നം. അപ്പം ഈ സാധനത്തിൽ വിട്ടടിച്ച് പോയി കഴിഞ്ഞാൽ വണ്ടി എടുത്തടിക്കും, ക്യാബിന് സ്റ്റിയറിംഗ് എല്ലാം കൂടെ എടുത്തടിക്കും. നമ്മൾ ഹസാഡ് ഇട്ട് പുറകെ വരുന്ന വണ്ടിക്ക് സിഗ്നൽ കൊടുത്ത് വേണം ചാടിക്കാൻ. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ പാലാ എത്തി. ഞങ്ങളുടെ പാലാ പഴയ പള്ളി ആര് പണിതാണെന്നൊന്നും അറിയത്തില്ല. അത് കണ്ടോ, എത്രയോ കൊല്ലം പഴക്കമുണ്ട്, നൂറ്റാണ്ടുകൾ പഴക്കമൊന്നുമില്ല, എത്രയോ വർഷം പഴക്കമുണ്ട്. ഇത് പാലാ ജൂബിലി ആണോ പെരുന്നാളാണോ എന്നാ സംഭവം അറിയത്തില്ല. ഇവിടെ ഫുള്ള് മറ്റേ സാധനം കിട്ടിയിരിക്കുക. അതായത് ഇതിന് പറയുന്ന പേരെന്നാ ഗിൽറ്റല്ലേ ഗ്രില്ലോ എന്തോ സാധനം പറയും കേട്ടോ. ഈ മേളിൽ കിട്ടിയിരിക്കുന്ന സാധനം തോരണം, സിൽവർ തോരണം. ഇവിടെ ഇനി മൊത്തം അന്തിക്കടല്ല ചിന്തിക്കട ഫുള്ള് വരും, 2 സൈഡും ചിന്തിക്കട ഫുള്ള് വന്ന് ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ആ സമയമാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം, ഫുള്ള് സെറ്റപ്പ് ആയിരിക്കും. ഇത് പാലാ ബൈപ്പാസ്. നമ്മളിപ്പം പനക്കപ്പാലം 6-ാം മൈലെത്തി. അപ്പോൾ വേറെന്താ സംഭവം എന്ന് വെച്ചാൽ വണ്ടിയുടെ ആഡ്ബ്ലൂ 2 കട്ടയങ്ങളുള്ളൂ. അപ്പോൾ അത് ഫില്ല് ചെയ്യണം. നേരത്തെ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ മറ്റേ ക്യാൻ മേടിച്ചിട്ട് വീട്ടിൽ വെച്ച് ഞാൻ തന്നെ ഒഴിക്കുമായിരുന്നു. ഇപ്പോൾ ഇത് ഇവിടെ നമ്മുടെ അതിൻ്റെ സംഭവം വന്നിട്ടുണ്ട്, മെറ്റാ ആഡ്ബ്ലൂ ഈ സംഭവം. ഇവിടെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ പമ്പിലടിക്കുന്ന പോലെ തന്നെ അവർ തന്നെ നമുക്ക് അടിച്ചു തരും. അപ്പം പിന്നെ പേടിക്കണ്ട. ആഡ്ബ്ലൂ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫുള്ള് പറഞ്ഞു ഇതാ എത്തും അടിച്ചോണ്ടിരുന്ന ഇങ്ങനെ ഇട്ടാ അടിച്ചോണ്ടിരുന്നേ. ആ ഇതാണ് സംഭവം ആഡ്ബ്ലൂ. ഇതെന്നാന്ന് വെച്ചാൽ മറ്റേ പുക ഇല്ലാതാക്കാനുള്ള സംഭവം ആണെന്ന് എൻ്റെ അറിവ്. പുക ഒഴിവാക്കാനുള്ള സംഭവം. ഇപ്പോൾ വരുന്ന BS6 മോഡലിനെല്ലാം ഇതുണ്ടെന്ന് തോന്നുന്നു ആഡ്ബ്ലൂ. പെട്രോൾ അടിക്കുന്ന പോലെ തന്നെ അടിക്കും. എത്തുമോ? പുതിയ സംഭവം
നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ഇതുകൂട്ട് ഒരു ക്യാൻ മേടിക്കുമായിരുന്നു. ഈ സംഭവം തുടങ്ങുന്നതിന് മുമ്പ് ഇവന്മാർ ഈ ക്യാൻ മേടിച്ചിട്ട് അത് ആ വീട്ടിൽ ചെന്നിട്ട് കിടന്ന് ഒഴിക്കണമായിരുന്നു. അത് ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ ആ ഒരു തൊല്ല ഒഴിവായി. വണ്ടി കഴുകാറായി, മൊത്തം ചെളിയാണ്. മഴയൊന്ന് കുറയട്ടെ എന്ന് ഓർത്ത് ഞാൻ വെയിറ്റ് ചെയ്തതാണ്. ഫുള്ള് ചെളിയാട്ടോ. ഗൈസ് അങ്ങനെ ആർട്ട് ബ്ലൂ ഫില്ല് ചെയ്തു. ഇനി ഈ സൈഡാണ് ആർട്ട് ബ്ലൂവിൻ്റെ, ഇത് ഡീസലിൻ്റെ. അതിപ്പോൾ ഒരു ഘട്ടം ഷോട്ട് കാണിക്കുന്ന വണ്ടി ചരിഞ്ഞ് കിടക്കുന്നുണ്ടാണ്. ഇത് സത്യം പറഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് അവരോട് ചോദിച്ചാൽ പറഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണം തടയാൻ വേണ്ടി തന്നെ. അതായത് പുകയില്ല ഈ വണ്ടിക്ക്, ആർട്ട് ബ്ലൂ ഉള്ള വണ്ടിക്ക് പോകുന്നു, പുക വരത്തില്ല. അകത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കി കളയും. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. പുക കൊണ്ട് വണ്ടിക്ക് അത് ഈ സാധനം ഉള്ളതുകൊണ്ട് അകത്ത് വെച്ച് തന്നെ ഇല്ലാതാക്കി കളയും. അതാണ് ഇതിൻ്റെ ഉപയോഗം. അതേസമയം ഞങ്ങളിപ്പം പേട്ട കടുവാമുഴി എത്തുന്നു. ഇനിയിപ്പോൾ എന്നാ പരിപാടിയെന്ന് വെച്ചാൽ നേരെ കൊണ്ട് വണ്ടി ഇടുക. പിക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പുതിയ പമ്പാണ്, നയാര പമ്പ്. പിക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ലോഡ് കയറ്റി നടക്കൽ ഫുള്ള് തീർക്കണം. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ മുട്ടങ്കവലെത്തി. ലോഡ് എടുത്ത് വന്ന് നേരെ പേട്ട എത്തി. ഇവിടെ ഒരു കടയിൽ ഇറക്കാനുണ്ട്, ഞാനിവിടെ നിർത്തി കൊടുക്കുക. ഗൈസ് നമുക്ക് വളരെ സിഗ്നൽ കേട്ടോ. ഇതാണ് മുട്ടങ്കവല പാലം. ഇതാണ് പേട്ട ടൗണ്, ഇരാറ്റുപേട്ട മെയിൻ ജംഗ്ഷൻ. അവിടെ നമുക്ക് ലോണ്ട് ഈ കടയിൽ പാലിറക്കാനുണ്ട്. റോയൽ ബേക്കറിയിലോട്ട് പാലിറക്കാനുണ്ട് ഗൈസ്. ഫ്രണ്ട് വണ്ടി എടുക്കും, അപ്പോൾ ഇവിടെ തന്നെ ഇടേണ്ടി വരും. അപ്പോൾ ഗൈസ് പേട്ടയിൽ മഴ തുടങ്ങി കേട്ടോ. പേട്ട ടൗണിലെത്തി. അവിടെ ഇറക്കാനുള്ളത് പാലിറക്കി ഇനി നേരെ വീട്ടിലോട്ട്. വീട്ടിൽ കൊണ്ട് വണ്ടി ഇടുക, പിക്കപ്പിനകത്ത് പാല് കഴിക്കുക, ഇല്ല. അതിന് പിന്നെയും പോയിട്ട് കമ്പനിയിൽ പോവുക, നാളത്തേക്കുള്ള ലോഡ് എടുത്തുകൊണ്ട് വരിക. ഇതാണ് ഇന്നത്തെ പരിപാടി. എന്താ പഴയ ബസ് സ്റ്റാൻഡ് ഫുള്ള് പൊളിച്ച് കേട്ട ബസ് സ്റ്റാൻഡ് ഫോട്ടോ ഫുള്ള് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് പണിയും. ഫുള്ള് അടിത്തറ വേണമാണ്. എന്നിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് പണിയാനുള്ള പരിപാടിയാണ്. എത്രയോ 45-50 കൊല്ലം കണ്ട കഴിഞ്ഞ ആ ബസ് സ്റ്റാൻഡ്. കറക്റ്റ് അറിയത്തില്ല. പുള്ളി ഇടിഞ്ഞ് പൊടിഞ്ഞ് വീഴാറായിരിക്കുമല്ലോ. നമുക്ക് പുതിയ പണിയാൻ പോകും. അങ്ങനെ വീടെത്തി. ഇതാണ് വീട്. ഇവിടെ കയറ്റി വണ്ടി ഇടണം. നമ്മളെപ്പോഴും വണ്ടി ഇടുന്ന സ്ഥലം. ഒരു നാക്കിനിടണം, പിക്കപ്പിന് ലോഡ് കയറ്റാൻ പറ്റുന്ന രീതിക്ക്. അതുപോലെ ഈ ഡോറ് തുറക്കുമ്പോൾ അവിടെ തട്ടാത്ത രീതി വേണം ഇവിടെ. ഇൻ കേസ് നമ്മൾ ഓർക്കാപ്പുറം തുറന്നിട്ടിട്ട് ഇറങ്ങുമ്പോഴേക്കും ചെറുതായിട്ട് വണ്ടി പുറകോട്ടാണെങ്കിൽ ഡോറിൻ്റെ വിചാരിക അടക്കം ബെൻഡായിപ്പോകും. അപ്പോൾ അതെല്ലാം നോക്കി കണ്ട് വേണം നമുക്ക് വണ്ടി ഇടാൻ. ഓ ഗായ്സ്, ഫ്രണ്ട് ചേർത്തിട്ടാണ്. ഓ ഇങ്ങനെ വേണം വണ്ടി കിടക്കാൻ.
ഇനിയിപ്പോൾ എന്നാ പരിപാടി എന്ന് വെച്ചാൽ പിക്കപ്പ് വന്നിട്ടില്ല. പിക്കപ്പ് വരുന്നവരെ സാധാരണ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പം ഞാൻ ആ ഗ്ലാസ് എല്ലാം പൊക്കി ഇവിടെ ഫാനും ഇട്ട് കിടന്ന് ഉറങ്ങും വണ്ടിക്കകത്ത്. ഇന്ന് അനിയനുണ്ട് കിടക്കാൻ പറ്റും. അടുത്ത വണ്ടി ലോഡ്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് അടുത്ത വണ്ടി ലോഡ് കയറ്റി സെയിൽ ചെയ്യാൻ പോകും. ഇതിന് ഇവിടെ ഫുള്ള് പാലാവും, 2000 പാല്. ഇവിടെ ഫുള്ള് നടക്കി കൊണ്ടുപോകാം. റെസ്റ്റ് ഇല്ലാതുള്ള പണിയാണ്. കണ്ടിന്യൂസ്. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് പിന്നെ റെസ്റ്റ് ഇല്ല. പിന്നെ കണ്ണും കൈയും ശരീരവും എല്ലാം വർക്കായിക്കൊണ്ടിരിക്കും. ഇതിനി ഫുള്ളാക്കിയിട്ട് കാണാൻ കേട്ടോ. ഗൈസ് അങ്ങനെ എനിക്കുള്ള പാല്, നടക്കേക്കുള്ള പാല് ഞാൻ കയറ്റി, ഫുള്ള് ലോഡ് കയറ്റി. 2000 പ്രൈഡും 50 റിച്ചും. ഈ ഇരിക്കുന്ന പ്രൈഡ് അത് റിച്ച്. ഇത് തെക്കേക്കരയ്ക്കുള്ള പാല് 2540 ഇതൊന്ന് 30 റിച്ച് ഇട്ടുണ്ട്. ഇതുമായിട്ട് ഇനി നടക്ക് ഫുള്ള് ഓടണം, സെയിൽ ചെയ്ത് തീർക്കണം. അടാ ഇത് നമ്മൾ പാല് വയ്ക്കുന്ന ഫുള്ള് ക്രെഡിറ്റ് എഴുതണം. ഇത് രാവിലെ മറ്റവൻ വെച്ച പാല് AM ക്യാഷ് ഫുള്ള് എഴുതണം. ഇവിടെ നമ്മളെ കണക്ക് എഴുതണം. ലോഡ് എടുത്തിറങ്ങി നടക്കി നോക്കി ഇനി ഇവിടെ നിന്ന് സെയിൽ ചെയ്ത് പോകണം. ഗൈസ് ഞങ്ങളങ്ങനെ സെയിൽ ചെയ്ത് പകുതിയോളം എത്തി. ഇപ്പോൾ നിൽക്കുന്നത് സഫായിലാണ്. നമ്മൾ ഇറക്കത്ത് വണ്ടി നിർത്തുമ്പോൾ ഫുള്ള് പിത്ത് സൈഡിലൂടെ റൈറ്റ് സൈഡിലൂടെ ഒടിച്ച് വെച്ച് ഫസ്റ്റ് ഗിയർ ഇട്ട് കീ ഊരിയെടുത്ത് സ്റ്റിയറിങ് ലോക്ക് ചെയ്തിട്ടേ ഇറങ്ങി പോകാവുള്ളൂ. ഹാൻഡ് ബ്രേക്കും കൂടെ വെച്ചേക്കണം. എങ്കിലും സുരുണ്ട് പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ടേ പോകത്തുള്ളൂ, കാരണം സ്റ്റിയറിങ് ലോക്കാണ്. അപ്പോൾ ഒരു അപകടം ഒഴിവാക്കാം. എത്രയാ? ഞങ്ങളിപ്പോൾ സഫ നഗരത്തിൽ ഇനി ഒരു 1/4 ഭാഗം കൂടെ സെയിൽ ചെയ്യാം. അവിടുത്തെ കിട്ടിയല്ലേ 405.